ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രണവിൻ്റെ പെരുമാറ്റ രീതി ഗൗതമിനെ വല്ലാതെ മനസ്സുലയിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതം വല്ലാത്തൊരു ടെൻഷനിലാവുകയാണ്. പിന്നീട് ഗൗതം ഇങ്ങനെ വീട്ടിലോട്ട് വരികയാണ്. ഈ സമയം കിച്ചണിൽ ഇങ്ങനെ നിർമ്മലയുണ്ടാവും. അപ്പോൾ ആ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തായിട്ടായിരിക്കും ഗൗതം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൗതമിൻ്റെ അടുത്തോട്ട് നിർമ്മല വന്നിട്ട് ചോദിക്കുകയാണ്, മോനെ നീ എന്താ ഒന്നും ഭക്ഷണം കഴിക്കാത്ത? എനിക്ക് വേണ്ട അമ്മേ എന്നിങ്ങനെ പറയാം കേട്ടോ. അത് കേട്ട ഉടനെ തന്നെ, നീ എന്താടാ ഭക്ഷണം കഴിക്കാത്ത? നീ എന്തെങ്കിലും കഴിക്കേ, ഈ അമ്മക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. എന്തെങ്കിലും കഴിക്കേ. ഇല്ല, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്, എൻ്റെ മനസ്സിന് യാതൊരുവിധ സമാധാനവും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ നിർമ്മല പറയണേ, എന്നാൽ ശരി ഒരു ആപ്പിൾ കഴിച്ചേക്ക് എന്ന് പറയണേട്ടാ. അത് കേട്ട ഉടനെ തന്നെ ഗൗതം പറയണേ, ആ ശരി ഞാനത് കഴിക്കാം, ഇങ്ങ് വെച്ചേക്ക് എന്ന് പറയണേ. അങ്ങനെ ആപ്പിൾ ഇങ്ങനെ നിർമ്മല വെട്ടാനൊരുങ്ങുന്ന സമയത്ത് ഉടൻ തന്നെ ഗൗതം പറയണേ, അത് വേണ്ട ഞാൻ വെട്ടിക്കോളാം, അമ്മ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഗൗതം തന്നെ ഇങ്ങനെ വെട്ടുന്നു കേട്ടോ. പക്ഷേ ഗൗതം ആ കത്തിയും ആപ്പിളും ഇങ്ങനെ വെട്ടുമ്പോൾ ഗൗതം തൻ്റെ കയ്യിലോട്ടോ ആപ്പിളിലോട്ടോ ഒന്നും നോക്കുന്നില്ല. ഗൗതമിൻ്റെ മനസ്സ് മുഴുവൻ ഇങ്ങനെ പ്രണവ് കാട്ടിക്കൂട്ടി ആ കോലാഹലങ്ങളായിരിക്കും കേട്ടോ. അത് മനസ്സിനെ വല്ലാതെ ഉലയിപ്പിക്കുകയാണ്, വല്ലാതെ വേദനിപ്പിക്കുകയാണ്. ഈശ്വര, ഇത്രയും വലിയൊരു പ്രതിസന്ധി തനിക്ക് നേരിടേണ്ടി വന്നല്ലോ എന്ന ആ ഒരു ഇതോടുകൂടി, വിഷമത്തോടു കൂടി, സങ്കടത്തോടു കൂടി ഗൗതം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതം ഈ ഒരു സങ്കടത്തിൽ ഇങ്ങനെ തൻ്റെ ആ വേദന അങ്ങനെ ആഴത്തിലങ്ങ് പോകുമ്പോൾ തൻ്റെ കയ്യിൽ ആഴത്തിലങ്ങ് മുറിയാണ് കേട്ടോ. ഒരൊറ്റ ചെത്ത് കൈക്ക് അങ്ങ് ചെത്തി കൊടുക്കുമ്പോൾ ആപ്പിളല്ല, കൈയിൻ്റെ വിരലാണ് ചെത്തുന്നത്. അങ്ങനെ ഗൗതം ആ എന്ന് പറഞ്ഞ് അലറുമ്പോൾ അവിടോട്ട് ഓടി വരികയാണ് നിർമ്മല. എന്താ മോനെ പറ്റിയതെന്ന് പറയുമ്പോഴേക്കും കയ്യിൽ നിന്നും നിൽക്കാതെ ബ്ലഡ് വരുന്നത് കാണുമ്പോൾ നിർമ്മലയ്ക്ക് താങ്ങില്ല കേട്ടോ. അങ്ങനെ നിർമ്മല എന്ത് ചെയ്യുന്നു, തൻ്റെ സാരിയുടെ കെട്ടെടുത്തിട്ട്, പൊന്നു മോനെ നിനക്ക് എന്താടാ പറ്റിയത്? ഈ അമ്മയുടെ മോനിക്ക് എന്ത് പറ്റി? നീ എന്താ നോക്കണ്ടേ? അമ്മ പറഞ്ഞതല്ലേ ആപ്പിൾ വെട്ടിത്തരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമിൻ്റെ വിരലിൽ ഈ സാരിയുടെ കഷ്ണം ചീന്തി അതിലോട്ട് കെട്ടിക്കൊടുക്കുകയും പിന്നീട് ഗൗതമിനോടുള്ള ആ സ്നേഹവും പെരുമാറ്റവും ഒരു അമ്മ ഒരു കുഞ്ഞിനോട് എങ്ങനെയാണോ കാണിക്കുന്നത് അത് ആ രീതിയിൽ തന്നെ നിർമ്മല അങ്ങ് കാണിക്കുകയാണ് കേട്ടോ. അത് ഒളിപ്പിച്ചു വെക്കാൻ നിർമ്മലയ്ക്ക് കഴിയില്ല. നിർമ്മലയുടെ പിടിവിട്ട് പോവാണ് ഗൗതമിൻ്റെ ആ പെരുമാറ്റം. അങ്ങനെ ഗൗതമിനെ നന്നായി നിർമ്മല ഇങ്ങനെ സ്നേഹിക്കുന്നതും കണ്ട് അങ്ങോട്ടേക്ക് പാറുവും ഈ പറയുന്ന നിധിയും ഓടി വരികയാണ് കേട്ടോ. അവർ കാണുന്ന കാഴ്ച, പൊന്നു മോനെ നിനക്ക് എന്ത് പറ്റി? നിൻ്റെ കൈ എങ്ങനെ മുറിഞ്ഞ? അമ്മ അപ്പോഴും പറഞ്ഞതല്ലേ നിന്നോട് ആപ്പിൾ വെട്ടിത്തരാൻ, എന്നിട്ട് നീ എന്ത് പണിയാണ് കാണിച്ചത് എന്നുള്ള ആ ഒരു കാട്ടിക്കൂട്ടൽ കണ്ട ഉടൻ തന്നെ നിധിക്കും പെട്ടെന്നൊരു ഷോക്കാവാണ്, പാറുവിനും ഷോക്കാവാണ് കേട്ടോ. അങ്ങനെ പാറുവും നിധിയും കൂടിയിട്ട് നിർമ്മലയുടെ അരികിലോട്ട് വരുമ്പോൾ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ഗൗതമിൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ നിധി ചോദിക്കുകയാണ് എന്ത് പറ്റി? അപ്പോൾ പാറും ചോദിക്കുകയാണ് എന്ത് പറ്റിയേ? ഒന്നുമില്ല, എൻ്റെ മനസ്സിവിടെ ഇല്ലാത്തതുകൊണ്ട് കൈക്കൊരു വെട്ടി എത്ര തന്നെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നിർമ്മല ഇങ്ങനെ പാറു തുറിച്ച് നോക്കുന്നുണ്ട്. പിന്നീട് നിധിയോട് പാറു പറയണം, നീ ഗൗതമിനെയും കൊണ്ട് പോയിക്കേ എന്ന് പറയണേ. അങ്ങനെ ഗൗതമിനെ റൂമിലോട്ട് കൊണ്ടുപോകണം കേട്ടോ. പക്ഷേ നിർമ്മലയാണെങ്കിലോ വലിച്ചഴച്ച് പാറു റൂമിൽ കൊണ്ടുപോയിട്ട്, നീ എന്തടി വിചാരിച്ചിരിക്കുന്നത്? നീ നിൻ്റെ അമ്മയുടെ ആ ഒരു സ്നേഹം കാട്ടുകയാണോ? എന്തിനാണ് നീ നിൻ്റെ അമ്മയുടെ സ്നേഹം പുറത്തെടുത്തിരിക്കുന്നത്? 10 മാസം വയറ്റിലിട്ടു എന്ന് സത്യം തന്നെ, പ്രസവിച്ചിട്ട് ആ ചോരക്കുഞ്ഞിനെ അതിൻ്റെ മേത്ത് നിന്നും അത് മാറാതെ നീ ഇട്ടുപോയതാണ്. എന്നിട്ട് ഇപ്പോൾ നിനക്ക് ഗൗതമിനോട് പ്രണയമോ സ്നേഹമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാവേണ്ടിട്ട്. അപ്പോൾ ഉടനെ പാറുവിനോട് പറയുന്നുണ്ട് നിർമ്മല, ഞാൻ പെട്ടെന്നുള്ള ആ ഒരു ഇതിൽ പറഞ്ഞതാണ്. നീ എനിക്ക് മനസ്സിലായി, നീ നിൻ്റെ പെറ്റമ്മയുടെ അവകാശം അങ്ങ് കാണിച്ചു. സാരിയുടെ തുമ്പ് കീറലും അവൻ്റെ വിരലിൽ അണിയിച്ചു കൊടുക്കലും എൻ്റെ പൊന്നു മോനെ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കലും എനിക്ക് മനസ്സിലായി. ഇതാണ് നീ ഇവിടെ നിൽക്കും തോറും എനിക്ക് പ്രശ്നങ്ങളാവും എന്ന് എനിക്ക് മനസ്സിലായതാണ്. നീ ഇവിടെ നിൽക്കും തോറും നിൻ്റെ സ്വന്തം മകനാണെന്നുള്ള ആ അവകാശം നീ ഇവിടെ കാണിക്കും. അതെനിക്ക് അറിയാടി, നീ അത് കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ നിൻ്റെ മനസ്സ് പോലും അറിയാതെ പുറത്തോട്ട് ചാടിയില്ല അത്. ഗൗതം അതൊരു പക്ഷേ കാര്യത്തിലായിരുന്നെങ്കിൽ, ഗൗതമിൻ്റെ മനസ്സ് ശരിയാണെങ്കിൽ ഗൗതം അത് തിരിച്ചറിയാനുള്ള കഴിവ് ഗൗതമിനുണ്ടായില്ല. ഒരു വേലക്കാരത്തി ഇങ്ങനത്ര മാത്രം സ്വന്തം മകനെ സ്നേഹിക്കുമോ, സ്വന്തം മകനാണെന്ന് പറഞ്ഞ് സ്നേഹിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിർമ്മല പറയാണ്, പാറു തെറ്റുപറ്റി, എന്ത് പറഞ്ഞാലും തെറ്റുപറ്റി, ഇനി നീ ഇവിടെ നിൽക്കരുത്. എൻ്റെ മകനെ എന്നും എൻ്റെ മകനായി തന്നെ നീ പ്രസവിച്ചിട്ടുണ്ടാകും, പക്ഷെ നോക്കി വളർത്തിയത് ഞാനാണ്. അതുകൊണ്ട് ഗൗതമിൻ്റെ പെറ്റമ്മയല്ലെങ്കിലും പോറ്റമ്മ ഞാനാണ്, പക്ഷെ പെറ്റമ്മയായി തന്നെ ഞാൻ അവനെ വളർത്തും. മര്യാദക്ക് പോ എന്ന് പറഞ്ഞിട്ട് നിർമ്മലയെ ഒരൊറ്റ തള്ളങ്ങ് തള്ളുമ്പോൾ താൻ ചെന്ന് വീഴുന്നത് ഗൗതമിൻ്റെ കാലിനടിയിലായിരിക്കും കേട്ടോ. ഗൗതമിനെ കാണുന്ന നിർമ്മലയും പാറു ഒന്നും ഞെട്ടാണ്. ഇതേ സമയം എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ നിങ്ങൾ
നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞത് എന്ന് ഗൗതം പറയുമ്പോൾ, അത് മോനെ ഒന്നുമില്ല, എന്നെ പ്രസവിച്ചത് എൻ്റെ അമ്മയല്ലേ, എൻ്റെ ഈ പാറുവല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പാറു ഞാൻ ചോദിക്കണേ മറുപടി പറയും. പൊന്നുമോനെ നിന്നെ പ്രസവിച്ചത് ഈ അമ്മ തന്നെയാണ്, നീ തന്നെയാണ് എൻ്റെ മോന്. എൻ്റെ പാറു നീ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത്. നിങ്ങൾ എന്താ ഇപ്പോൾ പറഞ്ഞത്? എന്നെ പ്രസവിച്ചത് ഈ നിൽക്കുന്നവരാണെന്ന്. അത് സത്യമാണോ എന്ന് പറയുമ്പോഴേക്കും നിധി ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ തളർന്ന് വീഴുകൊണ്ടിരിക്കുകയാണ്, കരച്ചിൽ വരികയാണ് ഗൗതമിന്. ഇപ്പോൾ സ്വന്തം അമ്മയല്ല പാറു എന്ന് പറയുന്നത്. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, എൻ്റെ പെറ്റമ്മ അല്ലെങ്കിൽ ഞാൻ നിന്നെ പാറു എന്നാണ് വിളിച്ചത്, ആ പാറു എന്ന് വിളിച്ചത് ഇപ്പോഴെനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉടനെ തന്നെ പാറു പറയുന്നുണ്ട്, നീ എന്നെ അമ്മ എന്ന് വിളിക്കടാ, ഞാൻ തന്നെയാണ് നിൻ്റെ അമ്മ. നിന്നെ പ്രസവിച്ചില്ലെങ്കിലും നിന്നെ നോക്കി വളർത്തിയത് ഞാൻ തന്നെയാണ്. നിന്നെ പ്രസവിക്കാൻ കഴിവില്ലെങ്കിലും എൻ്റെ എല്ലാ മക്കളേക്കാൾ മുന്നേ ഞാൻ നിന്നെ നോക്കി എൻ്റെ കൈക്കുള്ളിൽ വെച്ചതാടാ. എനിക്ക് മറ്റുള്ള മക്കളേക്കാൾ കൂടുതൽ സ്നേഹം എന്നോടാണ്. ഇനി നീ എന്നെ പാറു എന്ന് വിളിക്കലടാ, അമ്മ എന്ന് വിളിക്ക്, എന്നെ അമ്മ എന്ന് വിളിക്കുക, എനിക്ക് താങ്ങി, നീ അമ്മ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ അവിടെ പാറു ഇങ്ങനെ അമ്മ എന്ന് വിളിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഗൗതം അമ്മ എന്ന് വിളിക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നിധി അവിടെ എത്തുകയാണ്. അപ്പോൾ നിധി എന്താന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇത് കേട്ടില്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗൗതം ചോദിക്കുകയാണ്, നീ അറിഞ്ഞില്ലേ എൻ്റെ അമ്മ, എൻ്റെ പെറ്റമ്മ പാറു അല്ലേ ഇത്രേ? അത് ഞാൻ അറിഞ്ഞതാണ് ഗൗതം. എന്നിട്ട് നീ എന്നിൽ നിന്ന് എന്തിനാ മറച്ചു വെച്ചത്? അപ്പോൾ ഗൗതം തലക്കടിച്ച് തളർന്ന് താഴെ വീണ് കരയുന്നുണ്ട് കേട്ടോ. എനിക്കിത് താങ്ങുന്നില്ലേ. അപ്പോൾ എൻ്റെ അനിയത്തിയല്ല യാമിനി, എൻ്റെ അനിയനല്ല പ്രണവ്, അപ്പോൾ എൻ്റെ അച്ഛൻ ഗോപിയല്ല, അപ്പോൾ ഗൗതം ഗോപിനാഥല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അലറി വിളിച്ചിങ്ങനെ ഗൗതം കരയുന്നത് കേൾക്കുമ്പോൾ നിർമ്മലയ്ക്ക് പോലും കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ. ഈ സമയം നിർമ്മലയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നിർമ്മലയും ഗൗതം ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പാറു, ഇല്ലടാ എല്ലാവരുമാണ്, നീ എങ്ങനെയാണ് അവരെ കണ്ടത് അതുപോലെ തന്നെ ഇനിയും കാണുന്ന നിൻ്റെ അനിയത്തിയും അനിയനെയൊക്കെ തന്നെ അവർ. ഒരിക്കലും നീ ഈ അമ്മയുടെ മകനല്ലാതിരിക്കില്ല, എൻ്റെ മകനാണ് നീ എനിക്ക് പ്രാണനാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, നീയാണ് എൻ്റെ മകൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇത് കാണുന്ന ഗൗതമും പൊട്ടിക്കരാണ്. അപ്പം നിധി പറയണേ, ഗൗതം ഞാൻ എല്ലാം അറിഞ്ഞിട്ടും നിന്നോട് പറയാതിരുന്നത് എൻ്റെ ഗൗതമിന് ഇത് താങ്ങില്ല എന്നറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഗൗതം കരയല്ലേ, സങ്കടപ്പെടല്ലേ, വിഷമങ്ങളൊക്കെ മാറ്റ്, ആരും തന്നെ ഇത് അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് തന്നെ കരയല്ലേ. അപ്പോഴേക്കും പാറു വീണ്ടും പറയണേ, എടാ നീ എന്നെ പാറു എന്ന് വിളിക്കല്ലേ, ഞാൻ തന്നെയാണ് നിൻ്റെ പെറ്റമ്മ, ഈ പെറ്റമ്മ ഞാൻ തന്നെയാടാ, നിന്നെ പെറ്റതും നോക്കിയതൊക്കെ ഞാൻ തന്നെയാടാ, നീ എന്നെ അമ്മ എന്ന് വിളിക്കടാ, നീ എന്നെ അമ്മ എന്ന് വിളിക്കുക, നീ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോവടാ, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലടാ, നീയാണ് എൻ്റെ മകൻ, എൻ്റെ ആദ്യത്തെ കൺമണി നീയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയട്ടാ. അങ്ങനെ ഗൗതം ഈ സത്യങ്ങൾ അറിയാണ്. ഇനി കഥ വേറെ ലെവലോട്ടാണ്. ശിവാനിയും വസുന്ധരയും എല്ലാ സത്യങ്ങളും ഇനി അറിയാൻ പോവാണ്.